നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ പെഡ്രോയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ 4 കൊല്ലത്തെ കണക്കൊന്നും എടുത്ത് നോക്കുക, ഒന്നും ചെയ്തിട്ടില്ല. താരതമ്യം പോലും അർഹിക്കുന്നില്ല നെയ്മർക്കെതിരെ ബ്രസീലിലെ വിമർശനങ്ങൾ കടുക്കുകയാണ്, പല കാരണങ്ങൾ കൊണ്ട്. ഏതായാലും ഇപ്പോൾ നെറ്റോ വീണ്ടും നെയ്മർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നെറ്റോയും നെയ്മറും കൂടി കുറച്ച് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായല്ലോ, അതിൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയണം. ഇപ്പം അദ്ദേഹം ഒരു TV പ്രോഗ്രാമിൽ നെയ്മർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ അഴിച്ചു വിട്ടത് ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നെയ്മർ ഈ മറ്റേ വിഷയം ഉണ്ടല്ലോ, ഇത് ഡ്രസ്സിങ് റൂമിൽ യുവതാരങ്ങളോട് നെയ്മർ കയർത്തു എന്നുള്ളത്, അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പറയുമ്പോൾ എല്ലാം പറയണം, അപ്പോൾ അടച്ചാക്ഷേപിക്കുന്നതല്ല. ഏതായാലും ഇപ്പോൾ നെറ്റോ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് പെഡ്രോയെയും നെയ്മറേയും തമ്മിൽ കമ്പയർ ചെയ്യണം. കഴിഞ്ഞ 4 കൊല്ലത്തെ കാര്യം എടുത്ത് നോക്ക്. നമുക്ക് നെയ്മർ പെഡ്രോയുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല. ചാമ്പ്യൻഷിപ്പിലെ ടോപ്പ് സ്കോററാണ് പെഡ്രോ എന്ന് കാര്യം നോക്ക്. നെയ്മറോ, യു കാൻറ്റ് ഈവൻ കമ്പയർ ദം. യു റിയലി കാൻറ്റ്. കാരണം എന്താ അറിയൂ, പെഡ്രോ ഈ വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടായിരുന്നെങ്കിലേ ബ്രസീലിന് ഈ നാണക്കേട് ഉണ്ടാവുമായിരുന്നില്ല. നെയ്മറെ പോലെയല്ല അവൻ. ഈ നാണക്കേട് ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നില്ല. ഇതാണ് നെറ്റോ പറയുന്നത്. അത് ശരിയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കൊല്ലത്തെ നെയ്മറുടെ പരിക്കിൻ്റെ സംഭവങ്ങളൊന്നും എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് അധികം ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പെഡ്രോയും ഇടയ്ക്ക് പരിക്കൊക്കെ പെട്ട് വലഞ്ഞിട്ടുള്ള താരാട്ടോ, വേറെ കാര്യം. പക്ഷേ പെഡ്രോ ഒരു മികച്ച ഗോൾ സ്കോററായിരുന്നു. ആഞ്ചലോട്ടിക്ക് പെഡ്രോയെ എടുക്കാമായിരുന്നു എന്ന് വിലയിരുത്തുന്ന നിരവധി ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പെർട്ടുകളുണ്ട്. ഏതായാലും ഷാപ്പേ കോൺസിനെതിരെയുള്ള കളിയിൽ ഹാഫ് ടൈമിനും കളിക്ക് ശേഷവുമുള്ള സമയത്ത് യുവതാരങ്ങളെ നെയ്മർ ചീത്ത പറഞ്ഞു എന്നുള്ള വിവാദം വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പക്ഷേ നെറ്റോ നെയ്മറുടെ ഭാഗമാണ്, പക്ഷം പിടിച്ചാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നെയ്മർ ലോക്കർ റൂമിൽ ആർഗ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താണ് അവിടെ പ്രശ്നം? നിങ്ങൾ തമാശ കളിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് തൻ്റെ ടീം മോശമായി കളിക്കുമ്പോൾ മോശമായി കളിക്കുന്നവരോട് കയർക്കാനുള്ള അവകാശമില്ലേ? ഞാനിത് മറ്റാരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് പറയുന്നതല്ല. ഞാൻ പറയുന്നത്, ഞാൻ എന്ത് ചിന്തിക്കുന്നു അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ മിസ്സാക്കുകയാണ്. അതായത് ഈ സാൻഡോസിലെ പ്രശ്നക്കാരാരാണ്? മത്സരം 2-2 സമനിലയിലാണ് അവസാനിച്ചത്. എന്നിട്ട് ലോക്കർ റൂമിൽ അവർ ആർഗ്യൂ ചെയ്യുന്നു. സോ ഇവിടെ സ്വാഭാവികമായിട്ടും മോശമായി കളിക്കുന്ന ആൾക്കാരോട് മറ്റുള്ള താരങ്ങൾ ചോദ്യം ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് സാധാരണ ഫുട്ബോളിൽ സംഭവിക്കുന്നതല്ലേ. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കണ്ട എന്നുകൂടി നെറ്റ് പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.